നമസ്കാരം. ഇന്ന് ഉത്രാടം. നമ്മുടെ തിരുവനന്തപുരത്തുണ്ടാവുന്ന ആ ഒരു തിരക്ക്, ഓണത്തിന്റെ ആ ഒരു വൈവിധ്യമാർന്ന തിരക്കും ആ ഒരു കച്ചവടവും കാര്യങ്ങളൊക്കെ ഇപ്പം ഭയങ്കര രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ്. ഇപ്പം എന്തായാലും ഈ തിരക്കൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോയി കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇപ്പം എന്തായാലും ചാലക്കകത്ത് പോകണം, കുറച്ച് പൂവൊക്കെ വാങ്ങിക്കണം, വീട്ടിൽ അത്തപ്പൂവൊക്കെ ഇടാനുള്ള ഒരു ചെറിയ സംവിധാനങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞാൻ. അപ്പോൾ എന്തായാലും നമുക്കൊരു 9-10 മണിയൊക്കെ ആകുമ്പം അതിനകത്ത് തിരക്കൊക്കെ ഒന്ന് കുറയും ഈ നമ്മുടെ ഈ സിറ്റിക്കകത്ത്. അപ്പോൾ ഉള്ള ചെറിയ തിരക്കുകൾ അപ്പോഴേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ വാഹനം ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് നമ്മളാ ആവശ്യ സ്ഥലത്തേക്ക് നടന്നൊക്കെ വരേണ്ട ഒരുപാട് വരും. അതുകൊണ്ട് തിരക്ക് കുറഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോയി വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോ രാത്രിയുള്ള ആ തിരക്കും കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ അതിന് ശേഷം പൂവൊക്കെ വാങ്ങിച്ച് വീട്ടിൽ അത്തമൊക്കെ ഇടുന്ന കുറച്ച് വീഡിയോ ഉണ്ട്. അത് നമുക്ക് വൈകുന്നേരം അതും തിരുവോണ ദിവസത്തിൽ അതും നമുക്ക് കാണിക്കാം. അത്ത ഇടണ മുതൽ അവസാനം വരെയുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം. ലളിതമായി ഒരു വീട്ടിൽ എങ്ങനെ അത്ത ഇടാം എന്നുള്ള രീതിയിൽ അതിൻ്റെ സ്കെച്ച് വരയ്ക്കുന്നതും അതേപോലെ എല്ലാ കാര്യങ്ങളും കൂടെ അടങ്ങിയ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാം കൂടെ ആയിട്ട് കാണാം. അങ്ങനെ ഉത്രാട തിരക്കിന്റെ ആ ഒരു കാഴ്ചയിലേക്ക് നമ്മളത് ഇറങ്ങി തിരിച്ചു. രാത്രി ഒരു 10-10:30 മണി അടുപ്പിച്ചിപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഉത്രാട കാഴ്ച ഏത് വിധം എങ്ങനെ കാണാം എന്നൊക്കെ നമുക്ക് ഇതിലൂടെ നോക്കാം. ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇറങ്ങിയത്. 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ടൊക്കെ പോയിട്ട് വരാൻ കഴിയും. മറ്റേത് വൈകുന്നേരം സമയത്ത് ഒന്നും നടക്കില്ല. പിന്നെ കുറച്ച് പൂവൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ മാർക്കറ്റിൽ പോയി പൂവൊക്കെ വാങ്ങിക്കണം. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സുഹൃത്ത് ഇനി വെളിയിൽ കൊണ്ട് വെച്ചേക്കാന്ന് പറഞ്ഞു, കവറിൽ പാക്ക് ചെയ്ത് ഇനി വെളിയിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കാണിക്കേണ്ടെന്ന് പറഞ്ഞു. അകത്ത് പോയിരുന്നെങ്കിൽ നമുക്കതൊക്കെ കാണിക്കാൻ പറ്റുമായിരുന്നു. ഒരുപാട് ഫ്ലവർ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കണമെന്ന് പറയണം വന്നു. പക്ഷേ സമയം നല്ല വൈകി. അതിലുപരി നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് വാഹനം ഓട്ടിക്കുന്നതിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ തുടങ്ങുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ഒരു തലേന്നാണ്, ആ ഒരു ഉത്രാടത്തിൻ്റെ അന്നുള്ള ഒരു നൈറ്റ് വീഡിയോ ആണിത്. അപ്പോൾ അവിടെ ഡ്രൈവ് ചെയ്യുന്ന മിക്ക ആൾക്കാരും മദ്യപിച്ച് ലഹരിയിൽ മുഴുകിയാണ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് പല സ്ഥലത്തും നമുക്കത് അനുഭവപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് വളരെ കെയറായിട്ട് മാത്രമേ നമുക്ക് ഇതിലിപ്പം ഈ സമയത്ത് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ഭാഗമൊക്കെ ഇപ്പം ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ വളരെ തിരക്ക് കുറവാണ്. റൂറൽ മേഖലയിലൊക്കെ ഇപ്പം തിരക്ക് കുറവാണ്. കംപ്ലീറ്റ് സിറ്റിക്കകത്താണ് തിരക്ക്. അപ്പം നമുക്കൊന്ന് പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പമ്പിൽ തിരക്ക് കുറവാണ് കേട്ടോ. കാര്യം ഈ ഒരു ഭാഗത്തൊന്നും ആൾക്കാരെ കാണാനില്ല. എല്ലാവരും സിറ്റിയുടെ ഒരു ഹൃദയഭാഗത്തും ഇല്ലെങ്കിൽ സിറ്റിക്കകത്തുള്ള പല പല ഷോപ്പുകളിലുമാണ് ആൾക്കാർ കംപ്ലീറ്റ് തിങ്ങി ഞെരുങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മേഖലയിലൊക്കെ നമുക്ക് നല്ലപോലെ ഡ്രൈവ് ചെയ്യാം. ഹൈവേയിൽ അത്യാവശ്യം തിരക്കുണ്ടെന്നുള്ള, എന്നാലും ബ്ലോക്ക് നമുക്ക് അനുഭവപ്പെടുന്നില്ല. ബ്ലോക്ക് കംപ്ലീറ്റ് അനുഭവപ്പെടുന്നത് നമ്മുടെ ഈസ്റ്റ് ഫോർട്ട് എന്ന് പറഞ്ഞ മേഖലയിലാണ്. വാഹനങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്തായാലും നമുക്ക് പെട്രോള് അടിച്ചു ക്യാഷ് കൊടുത്തിട്ട് യാത്ര തിരിക്കാം. ഇപ്പം തന്നെ ഏകദേശം നല്ല സമയമായി. ഇനിയിപ്പോൾ ഞാൻ വീടെത്തും എങ്ങനെ ആയാലും ഒരു 12 മണിയാവും. 12 മണിയായി കഴിഞ്ഞാൽ പിന്നെ വന്ന് അത്ത ഇടണതിൻ്റെ കുറച്ച് പരിപാടി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഡിസൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് അതൊക്കെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത ഒരു വീഡിയോ ഇപ്പം തിരുവോണത്തിൻ്റെ അന്ന് ഉള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ അത്തത്തിന് ഡിസൈൻ വരയ്ക്കുന്നതും അതിൻ്റെ ഓരോ പാർട്ടായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഡിസൈൻ വരയ്ക്കുന്ന ഒരു പാർട്ട് കാണിക്കും. അത് കഴിഞ്ഞ് അതിൽ ഫ്ലവർ ഫില്ല് ചെയ്യുന്ന ഒരു പാർട്ട് കാണിക്കും.
എല്ലാം നൈറ്റിലാണ് കേട്ടോ. ഒരു 2, 3, 4, 5 മണിയൊക്കെ ആകുമ്പോഴേ തീരുള്ളൂ അത്തമായിട്ട്. അപ്പോൾ ഏകദേശം ഞാനൊരു കണക്കൂട്ടി പറഞ്ഞതാണ്. ചിലപ്പോൾ അതിന് മുമ്പ് തീരും, ചിലപ്പോൾ ഇത്രയും സമയമൊക്കെ ആവും. എന്തായാലും ഉറക്കം ഇന്ന് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു തിരുവോണ ദിനമായ ഇന്ന് ഈ നൈറ്റിൽ കുറച്ച് ഈ പൂകൊണ്ടുള്ള പരിപാടിയൊക്കെയാണ് ഇന്നിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തായാലും നമുക്ക് ഈ നഗരത്തിനകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നമുക്ക് വീട്ടിൽ വരേണ്ട സമയം ഒക്കെ നോക്കണം. ഒരുപാട് വൈകിയ നമുക്ക് അതനുസരിച്ച് അത്തമിടുന്നതിൻ്റെ ജോലി തിരക്ക് കൂടും. അപ്പം എല്ലാ തവണയും അങ്ങനെ വീട്ടിൽ അത്തമിടാറുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഏരിയയിൽ ക്ഷേത്രങ്ങളും ക്ലബ്ബുകളും മാറ്റി വെച്ചാൽ പിന്നെ വീട്ടിൽ അത്തമിടുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ഫ്രണ്ട്സിൻ്റെ വീട്ടിലല്ല, പല വീടുകളിലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം എൻ്റെ വീട്ടിൽ മുമ്പേ ഉണ്ട്, അതിപ്പോഴും കണ്ടിന്യൂ ആയി തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാഴ്ച നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ കാണിക്കുന്നതാണ്. എല്ലാവർക്കും വളരെ ലളിതമായി അത്തയിടാൻ പറ്റുന്ന വീഡിയോ ഞാൻ ആ വീഡിയോയിലൂടെ നമുക്ക് എത്ര രൂപയ്ക്ക് പൂ വേണം, അതിനെന്തൊക്കെ സാഹചര്യങ്ങൾ വേണം, എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. എല്ലാ വീട്ടിലും തിരുവോണത്തിൻ്റെ അന്ന് നമുക്ക് അത്തയിടാമെന്നുള്ള കേസേ ഉള്ളൂ. നമ്മൾ നല്ല ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നാൽ മാത്രം മതി, നമുക്കത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അത് നല്ലതാണ്. ഒരു വീട്ടിന് ഐശ്വര്യവും ആ വീട്ടിൻ്റെ ഒരു ഉണർവും ഒക്കെ അതിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രതിഫലിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അത് നല്ലതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതിലുപരി നമ്മളിപ്പം ഏകദേശം തിരക്ക് കുറഞ്ഞ മേഖലകളായതുകൊണ്ട് നമുക്ക് നല്ല സ്പീഡിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെട്ടം കുറവാണ് വീഡിയോയ്ക്ക്. അവിടെയൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നു. മിക്ക കടകളും അടച്ചു കഴിഞ്ഞു. ഇനിയിപ്പം തുറന്നിരിക്കുന്ന കടകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്ത്ര വ്യാപാര കടകൾ, പച്ചക്കറി കടകൾ, ഇങ്ങനെയുള്ള ഫ്ലവർ ഷോപ്പ്, ഇങ്ങനെയുള്ള കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ ഇപ്പം തുറന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരുപാട് പാടുപെട്ട്, പക്ഷേ ഒരു നിവൃത്തിയില്ല. തിരക്കിൻ്റെ ഒരു ആരംഭ ഘട്ടമാണ് നമ്മളിപ്പം കാണുന്നത്. ഇത് നമ്മളിപ്പം ഗണപതി കോവിലിൻ്റെ പുറകിലുള്ള ആ ഒരു രാമചന്ദ്ര സ്ട്രീറ്റാണ്. ഇവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ്. പക്ഷേ ജസ്റ്റ് എനിക്കിവിടെ അല്ല പോവേണ്ടത്, ഞാൻ ജസ്റ്റ് ഈ തിരക്കൊന്ന് കൊണ്ടുവന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. ഇപ്പോൾ മണി 11 മണി എന്തോ ആയി. 11 മണിക്ക് കാണുന്ന തിരക്കാണ്. എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 11 മണിക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരു 3 മണിക്ക്, 4 മണിക്ക്, ഇല്ലെങ്കിൽ 2 മണിക്കൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്താണ്. എന്തായാലും വേറെ വഴി നോക്കണം. നമ്മളിവിടെ നിന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വന്നതുപോലെ തന്നെയാണ് വണ്ടി തിരിച്ച് ബാക്കിലോട്ട് പോകാൻ പോവുകയാണ്. ഇവിടെയൊക്കെ വഴിയോര കച്ചവടക്കാരൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. ആ റോഡ് അങ്ങോട്ട് കംപ്ലീറ്റ് ബ്ലോക്കായി നിൽക്കുകയാണ്. ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഭാഗത്ത് തന്നെ 1-2 റോഡ് വൺവേകൾ. അപ്പോൾ അതൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണാനുണ്ട് ഇവിടെ. സിറ്റിയുടെ നടുവിലൊക്കെ വളരെ തിരക്ക് കുറവാണ്. ഇവിടെയൊക്കെ ഒരു 3 മണിക്കൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് വാഹനത്തിൽ വരുന്ന ഒരു വാഹനമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി ഓടണ ഒരു കാഴ്ചയൊക്കെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് തകരപ്പറമ്പ് പാലത്തിൻ്റെ അടിയിൽ കൂടെ വണ്ടി പാർക്ക് ചെയ്യുക ഒരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ട് തൽക്കാലം വണ്ടി വയ്ക്കുക. അവിടെ വരാമെന്നാണ് പറഞ്ഞത് പൂവായിട്ട്. കുറച്ച് നേരം നമുക്ക് നോക്കാം.
പിന്നെ നല്ല ഒരു ഹെഡ് പെയിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ചായയൊക്കെ ഒന്ന് കുടിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ക്യാമറയൊക്കെ അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. വീഡിയോ എടുക്കാനുള്ളൊരു മൂഡിലല്ല. എന്നാലും ഞാൻ പിന്നെ രാത്രി ആയതുകൊണ്ട് നമ്മളെ ഈ ഒരു ഇപ്പോഴത്തെ സമയവും കൂടെ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ക്യാമറയും എടുത്തുകൊണ്ടിറങ്ങി. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ നമ്മളെ കയ്യിൽ, മനസ്സിലായില്ലേ? മിക്കവരും രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ഇങ്ങനെയുള്ള വീഡിയോ ഇത് ക്യാമറയൊക്കെ വെച്ചോളണം കേട്ടോ. നമുക്ക് എന്താണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് സംഭവിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് തന്നെയാണ്. ഇതാണ്ട് ഈ റെബിഡിയൻ റോഡുണ്ട്, ഇതൊക്കെ വൺ വേ ആക്കി. ഇത് ഒരു ഉച്ചയ്ക്കൊക്കെ ഒരു 2 മണിക്കൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുമായിരുന്നു. ഇപ്പം 11 മണിക്ക് വൺ വേ ആണ്. അപ്പോൾ ആലോചിച്ച് കൊള്ളണം. അപ്പം ജസ്റ്റ് നമ്മൾ ആ വൺ വേ കൂടെയാണ് കയറി പോകുന്നത്. കാര്യം വൺ വേ ഇപ്പോൾ അവർ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ 4 മണിക്കോ അല്ലെങ്കിൽ 6 മണിക്കോ എന്തോണം തയ്യാറാക്കി. പക്ഷേ അതിന് നമുക്ക് അതിൻ്റെ ഒരു ബോർഡൊന്നും കിട്ടിയിട്ടില്ല. വൺ വേ ആണെന്നുള്ള ബോർഡൊന്നും നമ്മൾ മുന്നിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പോവാം, ചോദിക്കണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിലായോ? ഫ്രണ്ടിൽ നമുക്കൊരു സിഗ്നലും തന്നിട്ടില്ല വൺ വേയുടെ. ഓരോ മുന്നോട്ട് വരുന്ന വാഹനക്കാരനെ പറയുന്നത് ഇതിപ്പോൾ വൺ വേണം നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. കപ്പലണ്ടി കച്ചവടം, മാർജിൻ ഫ്രീകളെല്ലാം അടച്ച് നമുക്ക് അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് എനിക്കൊരു ചായ കുടിക്കണം. അതിനുശേഷം ഞാൻ പറഞ്ഞ പുള്ളിയെ കോൾ ചെയ്യണം. എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പൂക്കളമായിട്ടുള്ള കുറച്ച് നല്ല കാഴ്ചകൾ കാണാം. ഓക്കെ.